ശാലിനി നോക്കൂ, ഭരണപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾ ആശാമാരോടൊപ്പമാണ്, അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം. പക്ഷേ നിങ്ങളുടെ സമര രീതി ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കടുംപിടുത്തം ആശമാർക്കുണ്ടോ? തീർച്ചയായും സാർ, ഇതിന് എനിക്ക് എതിർപ്പുണ്ട്. ഞങ്ങളുടെ സമര രീതി ശരിയല്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഇടത് സഹയാത്രികനായ അല്ലെങ്കിൽ CPM-ന്റെ പ്രതിനിധിയായ സുരേഷ് ബാബു സാർ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ട്രാൻസ്പോർട്ട് ബസ് അടിച്ചു പൊട്ടിച്ചില്ല, ഞങ്ങൾ നിയമസഭയുടെ ബാരിക്കേഡ് തല്ലി തകർത്തില്ല, ഞങ്ങൾ നിയമസഭയിൽ കല്ലെറിഞ്ഞില്ല, ഞങ്ങൾ സെക്രട്ടേറിയറ്റ് കല്ലെറിഞ്ഞില്ല, ഞങ്ങൾ നിയമസഭാ മാർച്ച് നടത്തി. വളരെ സമാധാനപരമായിട്ട് തന്നെയാണ് ഞങ്ങൾ നിയമസഭാ മാർച്ച് നടത്തിയത്. ഞങ്ങൾ ആശമാരുടെ മഹാസംഗമം നടത്തി, ഞങ്ങൾ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചു. ഇതെല്ലാം ചെയ്തിട്ടും ഞങ്ങൾ ഒരു പൊതുമുതൽ നശിപ്പിക്കുകയോ ഒരാളുടെക്ക് ഒരു ജീവഹാനി വരുത്തുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ കുറേ സാധു സ്ത്രീകൾ ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സഹന സമരമാണ് ഇവിടെ ചെയ്യുന്നത്. ഞങ്ങൾ സ്വയം പീഡിപ്പിക്കുകയാണ്. ഈ ഇടതുപക്ഷ സർക്കാർ ഞങ്ങൾക്ക് നേരെ കണ്ണടച്ചാലും ഈ പൊതുസമൂഹം കണ്ണു തുറന്ന് കാണുന്നുണ്ട് ഞങ്ങളുടെ വേദനയും സങ്കടവും. പല വീടുകളിൽ ഇരുന്നു കൊണ്ട് ആശാപ്രവർത്തകരല്ലാത്ത സ്ത്രീജനങ്ങൾ പോലും ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ തലമുടി ഇന്ന് അവർ മുറിച്ചു കളഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും അയച്ചു തന്നു. കാരണം ഇതൊരു സ്ത്രീ വിമോചന സമരമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ മുമ്പിൽ വന്നിരുന്ന് ഒരു നേരത്തെ ആഹാരത്തിന് സ്ത്രീകൾ അപേക്ഷിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജനാധിപത്യ സംസ്കാരത്തിന് ഭൂഷണമല്ല സർ. അത് മനസ്സിലാക്കുക. ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും തണലിൽ വന്നിരിക്കുന്നവരല്ല. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന ഞങ്ങളുടെ യൂണിയൻ, ഞങ്ങൾ അംഗീകരിക്കപ്പെട്ട ഞങ്ങളുടെ യൂണിയൻ്റെ പേരിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് പല പാർട്ടിയിൽപ്പെട്ടവരും തന്നെയാണ്. അവരുടെ രാഷ്ട്രീയം ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല. അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു തൊഴിലാളിക്ക് വേണ്ടി അവർക്കൊരു നേതൃത്വം കൊടുക്കാൻ ഈ ട്രേഡ് യൂണിയൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആർക്കും കഴിയുമല്ലോ നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്ത്. അതാണ് അവരും ചെയ്യുന്നത്. പല സമരങ്ങളും മുന്നിട്ട് നിന്ന് നയിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങൾ തന്നെയാണ് അവരാരും മാവോയിസ്റ്റുകളോ തീവ്രവാദികളോ ഞങ്ങൾക്കും അവരുമായിട്ടുള്ള ബന്ധങ്ങളോ ഒന്നുമില്ല. ഞങ്ങളുടെ ഇപ്പോൾ നേതൃത്വം നൽകുന്നവരുടെ പാർട്ടി രാഷ്ട്രീയം പോലും അറിയുന്നത് ഞാൻ ഇവിടെ വന്നിരുന്നതിന് ശേഷമാണ്. അവർ ഇങ്ങനെ ഒരു പാർട്ടിക്കാരാണ്, അവർ ഇന്ന സമരങ്ങൾ നയിച്ചിട്ടുള്ളവരാണെന്ന്. അതാണ് അവരുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഞാൻ ഈ സംഘടനയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 6 വർഷമായി. ഈ 6 വർഷക്കാലത്തിനിടയിൽ ഒരിക്കൽ പോലും അതിൻ്റെ സംഘടനാ നേതാവ് അവരുടെ യൂണിയനിൽ ചേരണമെന്നോ അവരെ പാർട്ടിയിൽ ചേരണമെന്നോ എന്നൊന്നും ആ പ്രസ്ഥാനം എന്താണെന്ന് പോലും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. ഇവിടെ വന്ന് നിങ്ങളെപ്പോലുള്ളവരും പത്രമാധ്യമങ്ങളും കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരും കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരും ഒക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ അവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത്. അതാണ് അവരുടെ വ്യക്തിത്വം. അവർ ശരിക്കും തൊഴിലാളികൾക്ക് വേണ്ടി എവിടെ അസംഘടിത മേഖലയിൽ ആര് കഷ്ടം അനുഭവിക്കുന്നോ അവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അവരുടേതെന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ 2021 LDF-ന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു, ആശാ വർക്കേഴ്സ്, അങ്കണവാടി ജീവനക്കാർ, സ്കൂൾ അങ്ങനെയുള്ള അധ്യാപകർ, പാചക തൊഴിലാളികൾ, പിന്നെ അങ്ങനെ ഒരുപാട് സ്കീം വർക്കേഴ്സിനെല്ലാം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മിനിമം 700 രൂപ കൂലിയായിട്ട് നൽകുമെന്ന് ഈ LDF സർക്കാർ തന്നെയാണ് പറഞ്ഞത്. ഈ കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോട് പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞതെന്ന് അറിയാമോ? നിങ്ങൾ ഒന്നുകൂടെ വായിച്ചു നോക്കാൻ. ഞങ്ങൾക്ക് നന്നായിട്ട് എഴുത്തും വായനയൊക്കെ അറിയാമെന്ന് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി മറന്നുപോയി. ആശമാർക്ക് എഴുത്തും വായനയൊക്കെ അറിയാം. ആശമാർക്ക് എഴുത്തും വായനയൊക്കെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് അവർ നമ്പർ 1 കേരളമായി ഇപ്പോഴും ശിശുമരണ നിരക്കിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനം എന്ന ബഹുമതി ഇപ്പോഴും 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് കേരളം. എന്തുകൊണ്ടാണ്? ആശമാർക്ക് നന്നായിട്ട് എഴുതാനും വായിക്കാനും കാര്യബോധം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ വീട് വീടാന്തരം നടന്ന് യഥാസമയം അത് ആവശ്യമുള്ളവർക്ക് അതിൻ്റെ സേവനങ്ങൾ എത്തിക്കുന്നത് കൊണ്ടാണ് ഈ ആരോഗ്യ കേരളം നമ്പർ 1 ആയത്. ഞങ്ങളാണ് അടിസ്ഥാന വർഗവുമായിട്ട് ഇടപെടുന്നവർ, ഞങ്ങളും അടിസ്ഥാന വർഗമാണ്. ഈ സാധു ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നവർ ഞങ്ങളാണ്. കാടും മലയും കയറി നടക്കുന്നവർ. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് നഗരപ്രദേശമാണ്. എന്നാൽ എൻ്റെ കൂടെയുള്ള സഹോദരിമാർ ഇടുക്കിയിലും വയനാടും പാലക്കാടും നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ പൊന്മുടി പ്രദേശങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഹാംലറ്റ് ആശമാരുണ്ട്. അവരുടെയൊക്കെ സ്ഥിതി എന്താണെന്ന് അറിയാമോ? കാട്ടാനെയും കരടിയെയും പുലിയെയും ഒക്കെ പേടിച്ചിട്ടാണ് അവർ ഈ തൊഴിലിന് വേണ്ടി ഇറങ്ങുന്നത്. അവരുടെ ജീവൻ എന്തുറപ്പാണുള്ളത്? ഒരു ഉറപ്പുമില്ല. അവർ സന്നദ്ധ പ്രവർത്തനം തന്നെയാണ് ചെയ്യുന്നത്. അതിനെ മാനിക്കണം. ഒരു രാഷ്ട്രീയ നേതാവിന് പോലും അത്തരം സന്ദർഭങ്ങളിൽ അവരോട് ഇടപെടാൻ കഴിയില്ല. ചൂരൽമലയിലും ഉരുൾപൊട്ടൽ, ഉണ്ടക്കയിൽ ഉരുൾപൊട്ടൽ ഒക്കെ ഉണ്ടായി. അവിടെയൊക്കെ ആ മൃതശരീര അവശിഷ്ടങ്ങളെ തെരഞ്ഞ് കണ്ടുപിടിച്ചത് ഞങ്ങളുടെ ഒരു സഹോദരി
തന്നെയാണ്. ഷൈജ എന്ന് പറഞ്ഞ സഹോദരിയാണ് ആ മൃതദേഹങ്ങളെ തിരിച്ചറിഞ്ഞത്. അവിടെ ഒരു വാർഡ് മെമ്പർക്ക് അത് തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. അവർ അത്രത്തോളം ജനങ്ങളുമായിട്ട് ഇടപഴകിയവരായതുകൊണ്ടാണ് മണ്ണിനടിയിൽ ദിവസങ്ങൾ കഴിഞ്ഞ മൃതദേഹങ്ങളിൽ നിന്ന് പോലും ആളെ തിരിച്ചറിഞ്ഞത്. അപ്പോൾ അത്രത്തോളം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നവരാണ് ആശാപ്രവർത്തകർ. പിന്നെ അപ്പർ ക്ലാസ്സിലുള്ളവരുമായിട്ട് അവർക്ക് നമ്മുടെ സേവനങ്ങൾ വേണ്ട എങ്കിലും അവരുടെ വീടുകളിൽ ഞങ്ങൾ ചെല്ലാറുണ്ട്. ഞങ്ങൾ സാധാരണ മനുഷ്യരുടെ ഇടയിലേക്കാണ് ചെല്ലുന്നത്. അവർക്ക് വേണ്ടുന്ന സഹായങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഞങ്ങളെ അറിയാം. ഇപ്പോഴാണ് അവരറിയുന്നത് ഞങ്ങൾ 232 രൂപയ്ക്കാണ് ഈ വേതനം പറ്റിക്കൊണ്ടാണ് ഈ ജോലി ചെയ്യുന്നത്. അതും 3-4 മാസം ഞങ്ങൾ കാത്തിരിക്കുമ്പോഴാണ് വേതനം കിട്ടുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ സമരത്തിൻ്റെ ഫലമായി ഈ ഫെബ്രുവരിയിൽ പണിയെടുത്ത ആശമാർക്ക് ഈ മാർച്ച് മാസത്തിൽ ഇൻസെൻറ്റീവ് ഓണറേറിയം കിട്ടി. അത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങളിവിടെ ഇരുന്ന് വെയിലും മഴയും കൊണ്ടതുകൊണ്ടാണല്ലോ അവർക്കത് കിട്ടിയത്. ഈ ആശമാരുടെ 18 വർഷ സർവീസിനിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഇപ്പോൾ 10 മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റി. അതിൽ കുറേയൊക്കെ നമ്മുടെ ഫിക്സഡ് ഇൻസെൻറ്റീവിൽ തിരികെ കയറ്റിയിട്ടുണ്ടെങ്കിലും അത് ഞങ്ങൾക്കത് പിന്നീട് ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട് NHM. അതിനും പരിഹാരം കണ്ടെത്താമെന്ന്. എങ്കിലും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 24 മണിക്കൂർ ജോലിക്ക് പോകണമെന്ന് മേളിലിരുന്നു കൊണ്ട് ഓരോ സർക്കുലർ ഇറക്കും. നേരിട്ട് ചെന്ന് NHM-നോട് ചോദിച്ചാൽ പറയും ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ പഴയതുപോലെ ജോലി ചെയ്താൽ മതി, 24 മണിക്കൂറും നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് വേറെ ജോലി ചെയ്യാമെന്ന്. പണി എടുപ്പിക്കുമ്പം ഞങ്ങൾ തൊഴിലാളികളും വേതനം ചോദിക്കുമ്പോൾ ഞങ്ങളെ സന്നദ്ധ പ്രവർത്തകരുമായിട്ട് കാണുന്ന ഈ ഇരട്ടത്താപ്പ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. സ്ത്രീ ചൂഷണമല്ലേ? സ്ത്രീ തൊഴിലാളികളെ വളരെ നന്നായിട്ട് ചൂഷണം ചെയ്യുന്നൊരു മേഖലയാണ്. ഈ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ഈ 10 വർഷക്കാലം ആകാൻ പോകുന്നു. അവർക്ക് ഇതൊന്നും മതിയാക്കിക്കൂടെയായിരുന്നു? എന്തുകൊണ്ട് ചെയ്തില്ല? അപ്പോൾ കഴിഞ്ഞ കാല സർക്കാരുകൾ പറയുമ്പോൾ 1-2 മണിക്കൂർ മാത്രം അവർക്ക് ജോലി ചെയ്താൽ മതിയായിരുന്നു. അവർക്ക് എവിടെ വേണേലും പോവാം, അവരുടെ സമയം അനുസരിച്ച് ചെയ്തു കൊടുത്താൽ മതി. പക്ഷേ ഈ 10 വർഷക്കാലം ഇങ്ങോട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് നിത്യേന ഞങ്ങൾ ഫീൽഡിലെ വിവരങ്ങൾ തിരക്കുകയും അത് മേലുദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുക്കുകയും വേണം. ഒരു ഡെങ്കു കേസ് വന്നാൽ അതിന് ചുറ്റുമുള്ള 50-100 വീടുകൾ ഉടനെ തന്നെ സോഴ്സ് റിഡക്ഷൻ നടത്തി അതിൻ്റെ റിപ്പോർട്ട് മേലധികാരിക്ക് കൊടുക്കണം. അതിന് വെക്ടർ കൺട്രോൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് നമ്മുടെ കേരള സംസ്ഥാനത്ത്. HIമാർ ഉൾപ്പെടുന്ന ഒരു സംഘമുണ്ട്. അവർക്ക് നടത്താം, അവർക്ക് പൈസയുണ്ട്. ഈ പോകുന്ന ആശ ഈ സോഴ്സ് റിഡക്ഷൻ വർക്ക് നടത്തിയാൽ കൊതുകടിയും കൊണ്ട് ഈ പാട്ടയും ചിരട്ടയും വെള്ളമൊക്കെ മറിച്ചിട്ട് കഴിഞ്ഞ് അവിടുത്തെ ഇതിൽ ഉറവിടമൊക്കെ നശീകരണം ചെയ്തു വരുന്ന ആശയ്ക്കില്ല സാർ. പൊരി വെയിലത്തായാലും പെരുമഴയത്തായാലും ഞങ്ങൾ ആ പ്രവർത്തനം ചെയ്യും. അത് ജനസേവനം തന്നെയാണ്. എന്നിട്ട് വേണ്ട ഉപദേശങ്ങളൊക്കെ ജനങ്ങൾക്ക് കൊടുക്കും. ഒരു മഞ്ഞപ്പിത്തം വരട്ടെ, ആ ചുറ്റുവേണം, ഒരു ചെള്ളുപനി വരട്ടെ, അപ്പോഴും ഞങ്ങൾ ഇറങ്ങി വർക്ക് ചെയ്യും. അതിനൊന്നും ഞങ്ങൾക്ക് പ്രതിഫലം ഇല്ല. ഞങ്ങൾക്ക് ചെയ്യുന്ന ജോലിക്ക് തരുന്നതിന് കുറേ ക്രൈറ്റീരിയകളുണ്ട്. ആ ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ജോലി ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസെൻറ്റീവുകൾ വെട്ടിക്കുറയ്ക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മാന്യമായ ഒരു തുക. ഞങ്ങൾ ജോലി ചെയ്യാൻ സന്നദ്ധരായിട്ട് തന്നെയാണ് വന്നത്. ഞങ്ങൾക്ക് മിനിമം അവർ പറഞ്ഞ കൂലി തരിക, അതിൽ കൂടുതലൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. ഒരു സർക്കാരിന് തരാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണല്ലോ അവർ 700 എന്ന് പറഞ്ഞത്. അവർക്ക് തരാൻ പറ്റാത്ത എന്തിനാ അവർ തരം എന്ന് പറഞ്ഞ് പ്രകടന പത്രിക അടിച്ചിറക്കിയത്? അപ്പം 4 വോട്ടിന് വേണ്ടിയിട്ട് എന്ത് വിടുവായത്തരം പറയുകയും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അത് ഞങ്ങൾ കണ്ടിട്ടില്ല, എന്തോ പറയുമല്ലോ, സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറന്നൊരു ചൊല്ലുണ്ട്. അതുപോലെയാവും ആശമാരെയും മറ്റു ജോലിക്കാരെയും കാണുമ്പോൾ നിങ്ങൾ ഏത് തൊഴിലാളി? ഇപ്പം മുതലാളിമാരുടെ ധാർഷ്ട്യത്തിലാണ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം സിനിമ കാണാൻ പോയിരിക്കുന്നു കുടുംബസമേതം. ഈ 50 ദിവസമായിട്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ, മഴയത്തും വെയിലത്തും ഇരിക്കുന്ന ആശമാരെ കാണാൻ നേരിട്ട് വരണ്ട, പ്രതിനിധി അയക്കാൻ ആരോഗ്യമന്ത്രിക്ക് വരാമല്ലോ. കർണാടകയിൽ സമരം ആശമാർ നടത്തിയപ്പോൾ അവിടുത്തെ ആരോഗ്യമന്ത്രി ചെന്നല്ലോ, പൂന്നിൻ്റെ അന്ന് ചെന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ പോകണമെന്ന് പറഞ്ഞു കൊണ്ട് അതിനോട് ഒത്തുതീർപ്പ് വരുത്തിയില്ലേ? പശ്ചിമ ബംഗാൾ സർക്കാർ 5 ലക്ഷം രൂപ പിരിഞ്ഞു പോകുന്ന ആശയ്ക്ക് കൊടുക്കുന്നില്ലേ? ഇപ്പോൾ പുതുച്ചേരിയിലെ സർക്കാർ 10,000-ൽ നിന്ന് 18,000 ആശമാർക്ക് കൊടുത്തില്ലേ? അപ്പോൾ അവിടെ അംഗസംഖ്യ പറഞ്ഞു, അംഗസംഖ്യയല്ല, എന്നാലും ആ സ്റ്റേറ്റ് അത് ചെയ്തില്ലേ? എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഓണറേറിയം വർദ്ധിപ്പിക്കാം എന്ന് തന്നെയാണ് ആ പൊതുസമൂഹത്തിലേക്ക് ഈ കാഴ്ചപ്പാട് കൊണ്ട് എത്തിക്കുന്നത്. പിന്നെ ഞങ്ങൾ എത്ര ഇരുട്ട് കൊണ്ട് ഓട്ടം അടയ്ക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല സാർ. വെളിച്ചം വരുമ്പോൾ അതില്ലെങ്കിൽ അത് മറയുക തന്നെ, ആ ഓട്ട കാണും. അതേപോലെയുള്ളൂ. രാവും പകലും പോലുള്ള വ്യത്യാസത്തിൽ ജനം ഇത് മനസ്സിലാക്കും. ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കുക. ഞങ്ങളോട് എന്തിനാ വെല്ലുവിളി നടത്തുന്നത്? ഈ സമരസമിതിയുടെ നേതാക്കളെ നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി രാവും പകലും പണിയെടുത്ത, ജീവൻ പണയം വെച്ച് പണിയെടുത്ത ഈ ആശമാരെ നോക്കിയാൽ മതി. ഞങ്ങൾക്ക് ഈ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. പലരും ജോലിക്ക് കയറിയെന്ന് പറഞ്ഞാലും അവരെയൊക്കെ വിരട്ടി ഓടിച്ച് കയറ്റിയതാണ്. CPM-ന്റെ നേരിട്ടുള്ള ഓഡിയോ സന്ദേശങ്ങളുണ്ട്, നേരിട്ട് അനുഭവമുണ്ട്. ഈ ഞങ്ങളുടെ സമരത്തിലേക്ക് വരാൻ വേണ്ടി ആലപ്പുഴയിൽ നിന്ന് വയനാടിൽ നിന്നും ബസ്സുകളിൽ കയറിയ ആശമാരെ അവിടുത്തെ CPM-ന്റെ പ്രതിനിധികൾ വണ്ടി തടഞ്ഞ് ഇറക്കിവിട്ട സംഭവങ്ങളുണ്ട്. അവർ ഫോണിൽ വിളിച്ച് കരഞ്ഞിലൂടെ പറഞ്ഞു. ഇന്ന് ഇവിടെ വരാൻ പറ്റാത്തതിൽ അവർ അവിടെ ഇരുന്നു കൊണ്ട് അവരുടെ തലമുടി മുറിച്ചു. ഞങ്ങൾ ഈ സെക്രട്ടറിയുടെ ഇടയിൽ ഞാനും മുടി മുറിച്ച് പ്രതിഷേധിച്ചു. കാരണം മുടി മുറിക്കുക എന്ന് പറയുന്നത് കഴുത്തറുക്കുന്നതിന് തുല്യം തന്നെയാണ്. ആ ഒരു കേസ് കോടതിയിൽ എത്തിയാൽ പോലും മുടി മുറിച്ചു കഴിഞ്ഞ് അത് കൊലപാതക ശ്രമമായിട്ടാണ് കേസെടുക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയെങ്കിലും ഞങ്ങളെ കാണട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇപ്പോൾ കോടതിക്കും മേലെയായി ഒരു ഭരണാധികാരി മാറിയിരിക്കുന്നു. CPM-ന്റെ നിലപാട്, CPM-ന്റെ പാർട്ടി നിലപാട് തന്നെ മാറിയിരിക്കുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ് വ്യക്തി ഒരിക്കലും പാർട്ടിക്ക് അതീതമായി വളരരുതെന്നുള്ളത്. ഇന്ന് നിങ്ങളുടെ
പാർട്ടിക്ക് അതീതമായി വ്യക്തി വളർന്നു കഴിഞ്ഞു സാർ. നിങ്ങൾക്ക് ആർക്കും എതിരഭിപ്രായം പറയാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് ഒരു വ്യക്തി വളർന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 50 ദിവസമായി ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കേണ്ടി വരില്ലായിരുന്നു. എല്ലാവരും ഒരു വ്യക്തിയെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഇടതുപക്ഷത്തിൽ നിന്ന് ഫാസിസത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് അംഗീകരിക്കാനേ കഴിയുന്നില്ല. ഒരു ഇടതുപക്ഷ തൊഴിലാളി വർഗ സർക്കാരിന് എങ്ങനെ ഈ തൊഴിലാളികളെ ഇത്ര പുച്ഛഭാവമായത്? ഈ ഭരണവർഗത്തിൻ്റെ എല്ലാ മന്ത്രിമാരാവട്ടെ, സ്ത്രീ ഉൾപ്പെടെ, മന്ത്രി ആർ ബിന്ദു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് ആശമാർക്ക് നട്ടലുണ്ടോയെന്ന്. ഞങ്ങൾക്ക് നല്ല നട്ടലുറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഈ 50 ദിവസവും ഞങ്ങൾ ഇവിടെ ഇരുന്നത്. നട്ടലുറപ്പുള്ള ഒരു വനിതാ മന്ത്രിയാണ് എന്താ ഇവിടെ വന്ന് കാണാത്തത്? എന്തിനാ സ്ത്രീകളെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? അവരൊരു സ്ത്രീയല്ലേ, വന്ന് ചോദിക്കാമായിരുന്നല്ലോ. അവരാരെങ്കിലും പിടിച്ചു വയ്ക്കുമോ? അവർ സ്ത്രീപക്ഷം പറയുന്നവരല്ലേ, വന്ന് ചോദിക്കണം. മുഖ്യമന്ത്രി വരാൻ പറ്റില്ല, ഈ വനിതാ മന്ത്രിമാർക്ക് വരാമല്ലോ. എന്തുകൊണ്ട് 3 പേരുണ്ടല്ലോ? ചിഞ്ചുറാണിയുണ്ട്, മന്ത്രി ആർ ബിന്ദു ഉണ്ട്, ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉണ്ട്. എന്ത് ഇവർക്കാർക്ക് ഇവിടെ വന്ന് തിരക്കിക്കൂടെ? ഇവരൊക്കെ സ്ത്രീകളല്ലേ. ഇവർ മാർച്ച് 8 വനിതാ ദിനമൊക്കെ ആഘോഷിച്ചല്ലോ അവരുടെ പാർട്ടിയിലും വലിയ മെമ്പേഴ്സിനെയൊക്കെ വെച്ചിട്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? സാധുക്കളായ കുറേ സ്ത്രീകളെ ഇവിടെ ഇരുത്തി പട്ടിണിക്കിട്ടും കഷ്ടപ്പെടുത്തിയും ഞങ്ങളുടെ ഇവിടെ സമരപ്പന്തൽ നിരാഹാരം കിടക്കുന്ന ആശാ വർക്കർമാരെ നോക്കാൻ ഒരു ഗവൺമെന്റ് ഡോക്ടറെ വിട്ടു തന്നില്ലല്ലോ. അതൊരു മര്യാദക്കേടല്ലേ കാണിച്ചിരിക്കുന്നത്? ഒരു പോലീസ് അറിയിപ്പ് കൊടുത്തിട്ട് പോലും ഒരു വൈദ്യസഹായം എത്തിച്ചു തന്നില്ലല്ലോ. ഞങ്ങൾ അവരുടെ BP ഷുഗറും നോക്കി ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെ കൊലയ്ക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അവരുടെ ആരോഗ്യനില വഷളാകുമ്പോൾ ഞങ്ങൾ തന്നെ പോലീസിനെ അറിയിച്ചു, ആംബുലൻസ് വിളിച്ചും ഒക്കെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. ഇതൊരു നിഷ്പക്ഷ ഗവൺമെന്റ് ആണെന്നോ ഇടതുപക്ഷ സർക്കാരാണെന്നോ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ അവരുടെയൊക്കെ രാഷ്ട്രീയം മുതലാളിമാർക്ക് വേണ്ടി മാത്രമുള്ളതായി. ഖജനാവിൽ പൈസ ഇല്ലാന്ന് പറയുമ്പോഴും അവരുടെ ആവശ്യങ്ങൾക്ക് പൈസയുണ്ട്. ഞങ്ങളോട് വാശി പിടിക്കുന്നത് എന്തിനാ? ഞങ്ങളോട് വാശി പിടിക്കുന്നത് അവർ സ്വയം നാശത്തിന് തന്നെയാണ് എടുക്കുന്നത്. അവർക്ക് തുടർഭരണം കിട്ടിയത് എങ്ങനെയാ? കോവിഡൊക്കെയും വെള്ളപ്പൊക്കവും ഒക്കെ മുതലാക്കി പറഞ്ഞുകൊണ്ടാണ്, കിറ്റ് കൊടുത്തും ഞങ്ങളെ പോലുള്ളവരെ പറഞ്ഞു പറ്റിച്ചൊക്കെ അധികാരത്തിലേറിയത്. ഇനിയും അവർ 3ാമത് വരുന്നുണ്ടെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിൽ ജനം അവരെ അംഗീകരിക്കും? അതുകൂടെ അവർ ചിന്തിക്കണം. ആര് ഭരിച്ചിരുന്നാലും എന്തോ പറയുമല്ലോ, ഉണ്ണി പിറന്നാലും ഓണം വന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന് പറഞ്ഞ അവസ്ഥയാണ് ആശമാർക്കുള്ളത്. ആരും തിരിഞ്ഞു നോക്കാതെ ഫുട്ബോൾ ഇവിടെ ചോദിക്കുമ്പോൾ കേന്ദ്രത്തോട് ചോദിക്കും, കേന്ദ്രം പറയും കേരളത്തോട് ചോദിക്കാൻ. ഞങ്ങൾ ഓണററി വർദ്ധിപ്പിക്കാൻ കേരള സർക്കാരിന് പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്, അധികാരമുണ്ട്. അതുകൊണ്ടാണ് മറ്റു സ്റ്റേറ്റുകൾ ഇതെല്ലാം ആശമാർക്ക് ചെയ്തു കൊടുത്തത്. ഹരിയാനയിലും തമിഴ്നാട്ടിലും ഒക്കെ 26,000 വേണമെന്ന് പറഞ്ഞു ജനുവരിയിൽ പോലും ഇവിടെ CH സമരം ചെയ്തിരുന്നു.